നമസ്കാരം. ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി പാകമായിട്ടുണ്ട്. ഇങ്ങനെ തിക്ക് കറിയായി യൂസ് ചെയ്യാനുള്ളവർ ചെറിയുള്ളി എണ്ണയിൽ വറുത്തിട്ട് ഇതിലോട്ട് ചേർത്തിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഉലർത്തിയിട്ടാണ് ഞാനിവിടെ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണിത് ഉലർത്തിയെടുക്കാമെന്ന്. ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് വന്നിട്ടുണ്ട്. വേപ്പിലിട്ട് കൊടുക്കാം. ഗരം മസാലപ്പൊടി എടുത്ത് വെച്ചിട്ട് ബാക്കി ചേർത്ത് കൊടുത്ത് കുരുമുളക് പൊടി വേണമെന്നുള്ളവർക്ക് അല്പം നമുക്ക് എത്ര എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, ഉള്ളി കരിഞ്ഞു പോകരുത്. ഇപ്പം ബീഫ് ഉലർന്ന് വന്നിട്ടുണ്ട്. ഉണ്ടായിരുന്ന വെള്ളമൊക്കെ നല്ല വറ്റിപ്പോയിട്ടുണ്ട്. ഇനിയൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഷെയർ ചെയ്ത ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ കുക്കിംഗ് ചാനലിൽ ഒരു തുടക്കക്കാരിയാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ ആണിത്. എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നാലേ എനിക്ക് അടുത്ത പ്രാവശ്യം അടുത്ത വീഡിയോയിൽ ഒന്നുകൂടെ ശരിക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോസ് ലഭിക്കുന്നതിനായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും കാണാം. നമസ്കാരം.